ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ എന്താണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്, സ്പോട്ട് അഡ്മിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷൻ എന്നാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. കൂടുതൽ കുട്ടികൾക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ എന്നുണ്ട്, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് ഉണ്ട്, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഡീറ്റെയിൽ കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് നോ അലോട്ട്മെൻറ്റ് എന്നായിരിക്കും അവിടെ കാണിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ളവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ ചെക്ക് ചെയ്താൽ മതി. ഇതേപ്പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഷെയർ ചെയ്താണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെ പ്രിൻ്റ് എടുത്ത് വെച്ചോളുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് കാണാൻ സാധിക്കും, ഏത് കോളേജാണ് കിട്ടിയിരിക്കുന്നത്, ഏത് ബ്രാഞ്ചാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ, അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന എല്ലാ അപേക്ഷകരും നേരത്തെ ഫീസ് അടച്ച് അഡ്മിഷൻ എടുത്തവർ ഒഴികെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെടെ അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള മറ്റു റിസർവേഷനുകൾ തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുകളുമായി ഹാജരായി മുഴുവൻ ഫീസ് അടച്ച് പ്രവേശനം നേടേണ്ടതാണ്. അപ്പോൾ ഈ പ്രാവശ്യം അലോട്ട്മെൻറ്റ് ലഭിച്ചവരെല്ലാം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നേരത്തെ ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തവർക്ക് വേണ്ട, അല്ലാത്തവർ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി നേരത്തെ ഉയർന്ന ഓപ്ഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തവരും, അതായത് നമ്മൾ ടെമ്പററി രജിസ്ട്രേഷൻ ചെയ്തു വെച്ചവർ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ എവിടെയാണ് ലഭിച്ചിരിക്കുന്നത് അവിടെ പ്രവേശനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം അലോട്ട്മെൻറ്റ് റദ്ദാവുന്നതാണ്. ഓക്കെ, അവസാന അലോട്ട്മെൻറ്റ് പ്രകാരം പ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്നവർ 17/7/2024 4 മണിക്ക് മുൻപായി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഷെയർ ചെയ്താണ്. അത് കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ഈ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എടുത്തോളുക, നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ സ്ലിപ്പ് എടുത്തോളുക. കൂടാതെ നിങ്ങളുടെ SSLC ബുക്ക് ഒറിജിനൽ, TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ SC/ST കുട്ടികൾ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS കൊടുത്തേക്കുന്നവർ EWS സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒറിജിനൽ എടുത്തോളുക. CBSE കുട്ടികൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തോളുക. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, പിന്നെ നിങ്ങൾ ഡിജിറ്റൽ പേയ്മെൻ്റ് ആയിട്ടായിരിക്കും അവർ ഫീസ് പേ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ഫീസ് ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോ ഷെയർ ചെയ്താണ്. PTA ഫണ്ടൊക്കെ ക്യാഷ് ആയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അതാത് കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫീസിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയവർ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, 17/7/2024 അപ്പോൾ 17-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് 17/7 മുതലാണ്. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 22 ജൂലൈ മുതൽ 26 ജൂലൈ വരെയാണ്. നോഡൽ പോളിടെക്നിക്കിൽ വെച്ച് നടക്കുന്ന ജില്ലാതലത്തിലുള്ള കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നതിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ 17/7/2024 മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇവിടെ നമുക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ വരും. അപ്പോൾ സ്പോട്ട് രജിസ്ട്രേഷൻ വരുമ്പോൾ നമുക്കത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും സ്പോട്ട് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ആദ്യം നടക്കുന്നത് ജില്ലാതലത്തിലാണ്. അപ്പോൾ ജില്ലാതലം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ഒരു പോളിടെക്നിക് കോളേജിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ജില്ലയിലെ മുഴുവൻ പോളിടെക്നിക്കിലെയും കൗൺസിലിംഗ് നടക്കുന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു പോളിടെക്നിക്ക് വെച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു പോളിടെക്നിക്കിലാണ് പോയിട്ട് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പല കുട്ടികളും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ട് അഡ്മിഷന് വേറൊരു കോളേജ് കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് മാറാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. നിങ്ങൾക്ക് കോളേജും മാറാം, ബ്രാഞ്ചും മാറാം. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് കോളേജിലൊക്കെ ഫീസ് അടയ്ക്കുന്നതിൻ്റെ ആ ഒരു ഫീസ് അടച്ച റെസീപ്റ്റ് എടുത്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾ പുതിയൊരു കോളേജ് കിട്ടുവാണെങ്കിൽ ആ ഒരു കോളേജിലേക്ക് ഈ ഫീസ് അടച്ചതിൻ്റെ രസീത് കാണിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇനി കൂടുതൽ കുട്ടികൾ സംശയം ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് സ്പോട്ട് അഡ്മിഷൻ സമയത്ത് ഗവൺമെൻറ് കിട്ടുകയാണ് മാറാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗവൺമെൻറ് കിട്ടുവാണ് മാറാൻ സാധിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് അവിടെ അടയ്ക്കുന്ന ഫീസ് റീഫണ്ട് ആകുമോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ അതാത് സെൽഫ് ഫിനാൻസിങ് കോളേജുമായിട്ട് സംസാരിക്കുക. കാരണം ഗവൺമെൻറ് ഫീസൊക്കെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. പക്ഷേ അവിടെയുള്ള മറ്റ് ഫീസുകൾ, PTA ഫണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ അതാത് സെൽഫ് ഫിനാൻസിങ് കോളേജുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് കോളേജുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോൺടാക്ട് അസ്. നിങ്ങൾ ആ കോൺടാക്ട് അസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കും ഓരോ പോളിടെക്നിക് കോളേജിൻ്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പറുണ്ട്. നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ കോൺടാക്ട് ഡീറ്റെയിൽ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നമ്പർ അവിടെ കാണാൻ സാധിക്കും. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.
ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. എല്ലാ കോളേജുകളിലെയും ഗവൺമെൻറ്, സെൽഫ് ഫിനാൻസ്, ഗവൺമെൻറ് എല്ലാ കോളേജിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകൾ സെൽഫ് ഫിനാൻസ് ഏതൊക്കെയാണ് ഗവൺമെൻറ് എയ്ഡഡ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജ് പ്രോഗ്രാം ഇൻസ്റ്റിറ്റ്യൂട്ട് കോഡ് എന്ന് കാണാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുടെ ലിസ്റ്റാണ്. അതിൻ്റെ തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് കൺട്രോൾഡ് IHRD, കേപ്പ്, LBS കോളേജിൻ്റെയൊക്കെ ഡീറ്റെയിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് തീരെ കുറവാണ്, അല്ലെങ്കിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു IHRD, കേപ്പ് കോളേജുകളായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ IHRDയിലെ അവിടെ നിങ്ങൾ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്തുകൂടെ അവിടുത്തെ അഡ്മിഷനെ പറ്റി നിങ്ങൾക്ക് തിരക്കാവുന്നതാണ്. ഓക്കെ, തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേപ്പ് കോളേജിൻ്റെ ലിസ്റ്റ് കാണാം, LBS കോളേജുകളുടെ ലിസ്റ്റ് കാണാം. തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാശ്രയ കോളേജുകളുടെ ലിസ്റ്റ് കാണാം, സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ലിസ്റ്റ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഏത് കോളേജിലൊക്കെയാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന ആ ഒരു കോളേജിലൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതുവരെയും അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികളും നിങ്ങളും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കും അവസരമുണ്ട്. ഇനി സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം പല കുട്ടികളും അഡ്മിഷൻ എടുത്തതിന് ശേഷം മറ്റു കോഴ്സിലേക്കൊക്കെ മാറും, മറ്റു കോളേജിലേക്കൊക്കെ മാറും. അതായത് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ പല കുട്ടികളും പാരാമെഡിക്കൽ കോഴ്സിനും എഞ്ചിനീയറിങ്ങിനും മറ്റ് ഡിഗ്രി കോഴ്സിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ മാറുമ്പോൾ വീണ്ടും വേക്കൻസി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്പോട്ട് അഡ്മിഷനിലാണ് പിന്നെ ആ ഒരു വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അവസരം ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് തീരെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതാത് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയമാണ് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതേപറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.